Good evening. Good evening, all. Good evening, Alfie, Shivani, Saji, Lone Knight, Sneha. Welcome. So, വരട്ടെ ആൾക്കാർ വരട്ടെ. ഓഡിബിൾ അല്ലേ? നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? ഓൾ ഗുഡ്. വെൽക്കം മിന്നു. നമുക്ക് സംസാരിക്കാം. നിതിൻ വെൽക്കം. അശ്വതി വെൽക്കം. നീതു വെൽക്കം. ഓക്കെ, സൂര്യ വെൽക്കം. ശ്രീകുട്ടി നന്നായിട്ട് കേൾക്കാമല്ലോ? വോയിസ് ക്ലിയർ അല്ലേ? ഓഡിബിൾ അല്ലേ? തീർച്ചയായിട്ടും അതിനെപ്പറ്റി പറയാം. സിലബസ് കംപ്ലീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 10th ക്വാളിഫിക്കേഷനിൽ 10ാം തര യോഗ്യതയിലുള്ള 3 പരീക്ഷകളാണ് നിങ്ങളിപ്പം അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? 2 സ്റ്റേറ്റ് വൈഡ് എക്സാംസും വരുന്നുണ്ട്. പിന്നെന്താണ്? ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സാമും വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് എക്സാംസ് ഇതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ബെവ്കോ LDCയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSും. ബെവ്കോ LDCയും കമ്പനി ബോർഡ് LGSും. ഓക്കെ, അപ്പം ഇതിൽ ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം അതിനെന്തുണ്ട്? അതിന് കോമൺ പ്രിലിംസ് എക്സാം ഉണ്ടെന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് കോമൺ പ്രിലിംസ് എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രിലിംസ് എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് നമ്മുടെ ഈ വർഷത്തെ PSCയുടെ കലണ്ടറിൻ്റെ അകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഏത് മാസങ്ങളിലാണ് അത് വരുന്നത്? മൾട്ടിപ്പിൾ സ്റ്റേജസ് ആയിട്ടായിരിക്കും പ്രിലിംസ് നടക്കുന്നത്. അതായത് ബെവ്കോ LDC ആണെങ്കിലും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ആണെങ്കിലും നമുക്ക് എന്തുകൊണ്ട് ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നമുക്ക് കോമൺ 10th പ്രിലിംസ് ഉണ്ട്. പൊതു പ്രാഥമിക പരീക്ഷയുണ്ട്. ഓക്കെ, ഇപ്പോൾ 2021 ഇത്തരത്തിൽ കേരള PSC 10ാം തര യോഗ്യതയുള്ള പരീക്ഷകളിൽ ഉൾപ്പെടെ ഈ പ്രിലിംസ് അല്ലെങ്കിൽ പ്രാഥമിക പരീക്ഷകൾ ഉൾപ്പെടുത്തി തുടങ്ങിയത്. ഓക്കെ, അന്ന് തൊട്ട് ഈ പൊതു പ്രാഥമിക പരീക്ഷയുടെ സിലബസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് നോക്കിയ ശേഷം സിലബസിനെ ഒന്ന് ഡീകോഡ് ചെയ്ത ശേഷം നമ്മൾ എന്താണ് കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഡേറ്റുകൾ ഇവിടെ പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കണം. ഒന്ന്, പൊതു പ്രാഥമിക പരീക്ഷയുള്ള എക്സാംസ് ഏതൊക്കെയാണ്? പൊതു പ്രാഥമിക പരീക്ഷ വരുന്ന എക്സാംസ് ഒന്ന് ബെവ്കോ LDCയും അതുപോലെ തന്നെ ഏതാണ് കമ്പനി അല്ലെങ്കിൽ ബോർഡിൻ്റെ എന്താണ് LGS ലാസ്റ്റ് ഗ്രേഡ് അല്ലേ? ഇതിനെന്തുകൊണ്ട്? ഇതിന് കോമൺ 10th പ്രിലിംസ് ഉണ്ട്. 10ാം തരക്കാർക്ക് പൊതു പ്രാഥമിക പരീക്ഷ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പൊതു പ്രാഥമിക പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാറ്റമില്ലാതെ തുടരുന്ന ഒരു സിലബസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യാൻ? സിലബസ് വരാൻ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതിൻ്റെ സിലബസ് എന്താണ്? ഇതിൻ്റെ സിലബസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാറ്റമില്ലാതെ തുടരുന്ന ഒരു സിലബസാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി ഈ പ്രിലിംസ് വന്ന് വീഴാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴാണ്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയാണ് കിടക്കുന്നത്. ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള ഒരു വിൻഡോ പീരീഡാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ. കാരണം ഇത്രയും ആപ്ലിക്കൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡിഗ്രി ലെവലിലൊക്കെ കാണുന്ന പോലെ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ആയിട്ടായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ പ്രാഥമിക പരീക്ഷ അല്ലെങ്കിൽ പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നത്. സ്റ്റക്കൊന്നുമില്ല, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? സ്റ്റക്കുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ പ്രിലിംസ് പരീക്ഷ വന്ന് വീഴാൻ പോകുന്ന എപ്പോഴാണ്? ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയാണ്. ഇത് പറയാൻ കാരണം നമുക്ക് ഇനി ഒരു പരീക്ഷയും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ 10th ക്വാളിഫിക്കേഷനിൽ. അതേതാണ്? VFA അല്ലേ? വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അല്ലേ? ഇതിനെന്തില്ല? ഇതിന് 2 ടയർ എക്സാം അല്ല. ഇതിന് 2 ഘട്ടമില്ല. ഇതിന് 2 ഘട്ടമില്ല. ഇത് ഒറ്റ ഘട്ടമായിട്ട് ഒരു മെയിൻസ് എക്സാമാണ് ഏതിനുള്ളത്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനുള്ളത്. ഓക്കെ, ഇതിൻ്റെ എക്സാം വരുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ എക്സാം വരുന്നത് സെപ്റ്റംബറിലാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെവ്കോ LDC ആണെങ്കിലും കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് LGS ആണെങ്കിലും നിങ്ങൾ പ്രിലിംസ് എഴുതിയതിന് ശേഷം
പ്രിലിംസ് എഴുതി ഒരു നിശ്ചിത കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്ത്, കാരണം രണ്ടിനും കൂടെ പൊതു പ്രാഥമിക പരീക്ഷയാണ്. അപ്പോൾ ബെവ്കോ LDCക്കും കമ്പനി ബോർഡ് LGSനും എന്തുണ്ട്, മെയിൻസ് എക്സാം ഉണ്ട്. അപ്പം ഈ മെയിൻസ് എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, വ്യത്യസ്ത കട്ട് ഓഫുകൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇല്ല, അത് നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നമായിരിക്കും ഫാത്തിമ, ശ്രദ്ധിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പൊതു പ്രാഥമിക പരീക്ഷയുള്ള ഈ 2 എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തിനായിട്ട് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്, മെയിൻസിനായിട്ട് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മെയിൻസിനായിട്ട് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഈ പ്രിലിംസ് കഴിയുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, ഒരു സിംഗിൾ ടയർ എക്സാം, അതായത് ഒരൊറ്റ എക്സാമിലൂടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ജോലി ലഭിക്കാൻ സാധ്യതയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ പ്രിലിംസ് എന്നോ മെയിൻസ് എന്നോ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സെഗ്രിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ട് മെയിൻസിന് തയ്യാറെടുക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വേണ്ട നിങ്ങൾ എന്ത് എക്സാമിന് തയ്യാറെടുക്കാൻ, 10th ലെവൽ എക്സാമിന് തയ്യാറെടുക്കുക. ഓക്കെ, ഇപ്പോൾ കാരണം നമുക്കറിയാം നമ്മുടെ 10th ലെവലിൻ്റെ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും കുറച്ച് ടോപ്പിക്കുകൾ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏകദേശം പൊതുവായിട്ടുള്ളൊരു സിലബസ് ആണ് നമുക്ക് എന്തിന് വരുന്നത്, എസ്പെഷ്യലി ജനറൽ സ്റ്റഡീസിൽ വരുന്നത്. ഇപ്പോൾ മെയിൻസിലോട്ട് വരുമ്പോൾ പർട്ടിക്കുലറായിട്ട് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഇംഗ്ലീഷും മലയാളമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ മെയിൻസ്, ഇപ്പോൾ LD ക്ലർക്കിൻ്റെ എക്സാമിലോട്ട് വരുമ്പോൾ LD ക്ലർക്ക് മെയിൻസ് എക്സാമിലോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ച് സബ്ജക്റ്റുകൾ അവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. ലൈക്ക് എക്കണോമിക്സ് പഠിക്കാനായിട്ടുണ്ട്, കേരള പൊതുഭരണം, കേരള അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിട്ടുണ്ട്, IT പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നിങ്ങൾ പഠിക്കണം. കാരണം ഇതിലേത് എക്സാം ആണെങ്കിലും നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ എന്ത് തന്നെ പഠിക്കണം, ആ മെയിൻ സിലബസ് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ പറയും, നമ്മൾ പ്രിലിംസിനായിട്ടൊരു പ്രിപ്പറേഷൻ മോഡിലാണോ നമ്മൾ തുടങ്ങേണ്ടത്, പ്രിലിംസും മെയിൻസും കൂടെ ഒരുമിച്ചാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവർ? ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി ലെവലിൽ ഇപ്പോൾ നമുക്കറിയാം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു നോളേജ് ആവശ്യമുള്ള പോർഷൻസ് ഡിഗ്രി ലെവൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 10th ലെവലിലോട്ട് വരുമ്പം കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ സിലബസ് ഡീകോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രധാനമായിട്ടും 3 പരീക്ഷകളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതിൽ 2 സ്റ്റേറ്റ് വൈഡ് ആണ്, ഒരെണ്ണം ഈ പറയുന്നത് പോലെ ഒരു സിംഗിൾ ടയറിൽ നടക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, കുറച്ചും കൂടെ സമഗ്രമായ ഒരു സിലബസ് പഠിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ട് താനും. സോ അങ്ങനെ ആണെന്നിരിക്കെ നമ്മൾ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്, ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു മെയിൻ ടോപ്പിക്കും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സമഗ്രമായ തയ്യാറെടുപ്പാണ് നമ്മളിപ്പോൾ തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വൊക്കാസ്പീഡിയയുടെ ഒരു പാഠ്യപദ്ധതിയിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പലരും ഇപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ SCRT സിലബസ് അല്ലെ, പുതിയ SCRT ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി പോലെയൊക്കെയുള്ള ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട് SCRT ആ ചാപ്റ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില ടോപ്പിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കേരള സ്പെസിഫിക് ടോപ്പിക്സ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഭാഗം നമുക്ക് എടുക്കാം. കേരള സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് വരുമ്പോൾ നോക്കൂ, ഈ 5ാമത്തെ മൊഡ്യൂൾ നമ്മുടെ പൊതു പ്രാഥമിക പരീക്ഷയിൽ 5ാമത്തെ മൊഡ്യൂളിൽ കേരള സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിലെ നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. സോ ഈ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രിലിംസിൽ 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഉള്ളത്. എന്താണ് ഈ കേരള അടിസ്ഥാന വിവരങ്ങളും മറ്റ് കേരളത്തിൻ്റെ സവിശേഷതകളും, അതിന് ഞാൻ വിളിക്കുകയാണ് കേരള സ്പെസിഫിക് ടോപ്പിക്കുകളെന്ന് വിളിക്കുകയാണ്. അതായത് കേരളം എന്ന സംസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് കേരള PSC നിങ്ങളോട് ചോദിക്കുന്ന അടിസ്ഥാന വിവരങ്ങളാണ് നിങ്ങൾക്ക് എവിടെ വരുന്നത്, ഈ കേരള സ്പെസിഫിക് ടോപ്പിക്സിൽ വരുന്നത്. അതിന് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. സോ ഈ ഭാഗത്ത് വരുമ്പം ഇത് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് കവർ ചെയ്ത് വരുന്നത്. ഓക്കെ, SCRT മോഡിലല്ല ഇവിടെ പോകുന്നത്. ഇതെങ്ങനെയാണ് പോകുന്നത്? ഇത് ടോപ്പിക് വൈസ് ആയിട്ടാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ
മത്സ്യബന്ധനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണ്. സോ മത്സ്യബന്ധനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ നമ്മൾ മുൻ വർഷത്തെ ചോദ്യങ്ങളെടുത്ത് നമ്മളൊന്ന് ക്രമീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മുൻ വർഷത്തെ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ മത്സ്യബന്ധനത്തിൽ നമുക്ക് 4 സബ് ടോപ്പിക്കുകളിൽ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? 4 പ്രധാനപ്പെട്ട ഉപ ടോപ്പിക്കുകളിൽ നിന്നാണ് എന്ത് വരുന്നത്? മത്സ്യബന്ധനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. അത് നമ്മൾ ടോപ്പിക്കായിട്ടായിരിക്കും ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വേണമെങ്കിലും മത്സ്യബന്ധനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കോ. ഞാൻ പറയുന്ന ഈ 4 സബ് ടോപ്പിക്കിൻ്റെ അകത്തുനിന്നേ ചോദ്യം വരത്തുള്ളൂ. ഒന്ന്, കേരളത്തിൻ്റെ ആ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ആ തീരദേശ ടോപ്പോഗ്രഫി നമ്മൾ പറയും, ഇംഗ്ലീഷിൽ അതിനെ ടോപ്പോഗ്രഫി, അല്ലെങ്കിൽ ആ തീരദേശത്തിൻ്റെ ആ ഒരു എന്താ പറയണ്ട ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അത് ചരിത്ര രേഖകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്നത് പോലെ നമുക്കറിയാം പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമാണെന്ത് കേരളം എന്ന് പറയുന്നത്. അപ്പം പ്രാചീന തമിഴകം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തമിഴക കൃതികളിൽ കേരളത്തിൻ്റെ പ്രദേശങ്ങളെ ഈ നമ്മൾ പിൽക്കാലത്ത് മലനാട്, ഇടനാട്, തീരദേശം എന്ന് പറയുന്ന പോലെ തീരദേശത്തെ ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നു. അപ്പോൾ ഇത് എവിടെ ഉൾക്കൊള്ളിക്കണമെന്ന് പലരും ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതായത് ഈ കേരള തീരപ്രദേശങ്ങളെ അറിയപ്പെടുന്ന ഒരു പേര്, ഒരു പ്രത്യേക പേര് ഇങ്ങനെ ചോദ്യമായിട്ട് വന്നു. ആ ഒരു പദമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഇത് എന്താണെന്നുള്ള ചോദ്യമായിട്ട് വന്നത്. അത് ശരിക്കും എവിടെ നിന്നുള്ള ചോദ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് മത്സ്യബന്ധനത്തിൽ നിന്നുള്ള ചോദ്യമാണ്. കാരണം മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ചരിത്രം പറയുന്നുണ്ട്. അതായത് സംഘകാലഘട്ട കൃതികളിൽ ഉൾപ്പെടെ ഈ തമിഴക കൃതികളിൽ കേരളത്തിൻ്റെ ഈ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ തുറമുഖങ്ങളെയും കേരളത്തിൻ്റെ തീരദേശ പ്രദേശങ്ങളെയും ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുമായിരുന്നു. അപ്പോൾ ഇതും നമുക്ക് എവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. മത്സ്യബന്ധനത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഞാൻ ഇവിടെ ഫിഷറീസ് എഴുതുകയാണ്. ഓക്കെ, ഞാൻ സിലബസ് ഡീകോഡ് ചെയ്യുകയാണ്. അപ്പോൾ കേരള അടിസ്ഥാന വിവരങ്ങളെന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ സിലബസിൽ കണ്ട കേരള അടിസ്ഥാന വിവരങ്ങളുണ്ടല്ലോ, ആ കേരള അടിസ്ഥാന വിവരങ്ങളെ നമുക്ക് ഏകദേശം 24 സബ് ടോപ്പിക്കുകളായിട്ട് തിരിക്കാൻ പറ്റും. എത്രയാണ്? 24 ഉപ ടോപ്പിക്കുകളിൽ നിന്നാണ് ഈ 10 മാർക്ക് വരാറുള്ളത്. എന്താണ്? 24 ഉപ ടോപ്പിക്കുകളിൽ നിന്നാണെന്ത് ഈ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ ഒരു ടോപ്പിക്കാണെന്ത്? മത്സ്യബന്ധനം. മറ്റൊരു ടോപ്പിക്കാണെന്ത്? കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ. അപ്പം നമുക്ക് ഉദാഹരണമായിട്ട് ഈ വിവിധ വൈദ്യുത പദ്ധതികളും മത്സ്യബന്ധനവും എടുക്കാം. കാരണം ഇത് ആസച്ച് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടത്തില്ല. ഇത് ആസച്ച് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ SCRT സിലബസ് അല്ലെങ്കിൽ പുതിയ SCRT ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് കിട്ടത്തില്ല. ഇത് നമ്മൾ ടോപ്പിക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് നോട്ടായിട്ടും ക്ലാസ് ആയിട്ടും തരുന്നത്. ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കുക, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ 3rd ബാച്ച്, 3ാമത്തെ ബാച്ച് നിങ്ങൾക്കായിട്ടുള്ള ഈ 10th ലെവൽ 3ാമത്തെ ബാച്ച് പരിപൂർണമായിട്ടും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ക്ലാസ്സിൻ്റെ മറ്റ് സവിശേഷതകൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ നമുക്ക് പ്രതിപാദിക്കാം. കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ടൈമിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പം ഞാൻ 2 ടോപ്പിക്ക് എടുക്കുകയാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതാണ് നിങ്ങളുടെ സിലബസ്. നമുക്ക് ആദ്യമേ പൊതു പ്രാഥമിക പരീക്ഷയിൽ തുടങ്ങിയിട്ട് നമുക്ക് എന്തിലോട്ട് പോകാം? നമുക്ക് ഇതിൻ്റെ മെയിൻ സിലബസിലോട്ട് പോകാം. അപ്പോൾ പൊതു പ്രാഥമിക പരീക്ഷയിൽ GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ കേരള നവോത്ഥാനം. GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ കേരള നവോത്ഥാനം. ഇതിൻ്റെ അകത്ത് മൊത്തം കൂടി 6 മൊഡ്യൂളാണ് ഉള്ളത്. നിങ്ങൾ ആദ്യമേ സിലബസ് പരിചയപ്പെടും. നിങ്ങൾ ഏത് PSC അല്ലെങ്കിൽ മത്സര പരീക്ഷ ടോപ്പേഴ്സിനെ എടുത്താലും അവർ എന്താ പറയണ്ടേ, ഇറസ്പെക്റ്റീവ്ലി പറയുന്ന ഒരു ക്ലെയിം ഉണ്ട്. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോലെ 10th ലെവൽ എക്സാം ആണെങ്കിലും എൻ്റെ ക്ലാസ് കേൾക്കുന്ന പല ആൾക്കാരും ബിരുദവോ ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ PhD ഉൾപ്പെടെയുള്ള യോഗ്യതകളുള്ള ആൾക്കാരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഒരു എന്താ പറയണ്ട സംസാരിക്കാനുള്ള സൗകര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്തൊരു കല്ലുകടി ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ലൈവ് ക്ലാസ് ഇല്ല. ഈ ബാച്ച് പൂർണ്ണമായിട്ടും നമ്മൾ റെക്കോർഡഡ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ബാച്ചിൻ്റെ മറ്റ് സവിശേഷതകളും ബാച്ചിൻ്റെ ഭാഗമായിട്ട് ഈ കോഴ്സ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് എന്താ പറയണ്ടേ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ പോവാം. അപ്പോൾ നമുക്കിതൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ആദ്യമേ സിലബസ് ഒന്ന് ഡീകോഡ് ചെയ്യും. നിങ്ങൾ നോക്കേ, നമ്മുടെ പ്രിലിംസിൻ്റെ പ്രാഥമിക പരീക്ഷയുടെ 100ൽ 60 മാർക്ക്, 60% എങ്ങനെയാണ് വരുന്നത്? പൊതുവിജ്ഞാനം, ആനുകാലികം, അതുപോലെ തന്നെ നവോത്ഥാനം. പൊതുവിജ്ഞാനം, ആനുകാലികം, നവോത്ഥാനം. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ എടുത്ത ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ആ ഒരു മൊഡ്യൂൾ, ഇത് നമുക്ക് വിളിക്കാം. മൊത്തം 6 മൊഡ്യൂളാണ് ഇതിലുള്ളത്. 1, 2, 3, 4,
5, 6. ഓക്കെ, ഇതിൽ അഞ്ചാമത്തെ മൊഡ്യൂളിനെ പറ്റിയാണ് വൈകി വന്ന ആൾക്കാർക്ക് കൂടെ വേണ്ടി ഞാൻ പറയാണ്. അഞ്ചാമത്തെ മൊഡ്യൂളിനെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു താല്പര്യം, നിങ്ങൾ ആദ്യമേ ഇപ്പോൾ പലരും പല തരത്തിലുള്ള ആശങ്കയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതെങ്ങനെ പഠിച്ചു തുടങ്ങണം, ഇനി ഒരു കോച്ചിങ് എടുത്താൽ മാത്രം മതിയോ, എന്താണ് ഈ കോച്ചിങ് എടുക്കുന്നത് വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു എന്താ പറയേണ്ട ഒരു എക്സ്ട്രാ എഡ്ജ് എന്താണ് കോച്ചിങ് എടുക്കുന്നത് വഴി, അതായത് വൊക്കാസ്പീഡിയയുടെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് ഒരു നട്ട്ഷെല്ലിൽ ഒന്ന് പറഞ്ഞു തരുക. അതിന് ഈ അഞ്ചാമത്തെ മൊഡ്യൂളിൽ നമ്മൾ 2 ടോപ്പിക്സ് ഇവിടുന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഒന്ന് വിവിധ വൈദ്യുത പദ്ധതികൾ, അടുത്തത് മത്സ്യബന്ധനം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 10-28ഓളം 24ഓളം ടോപ്പിക്കുകൾ നമുക്ക് ഈ ഒരു അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തെ 2 മൊഡ്യൂള് 2 സബ് ടോപ്പിക്സ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് എടുത്ത് പറയുകയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത് നമ്മൾ ഇപ്പോഴേ ഒന്ന് ആലോചിച്ച് വെക്കണം. കാരണം ഇതിൻ്റെ വളരെ സമഗ്രമായിട്ടുള്ള ക്ലാസ്സും PDF മലയാളത്തിലുള്ള PDF നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, ആദ്യം നമുക്ക് മത്സ്യബന്ധനം, അതിലാണല്ലോ പറഞ്ഞു തുടങ്ങി. മത്സ്യബന്ധനത്തിൽ നിന്ന് നാളിതുവരെ കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് 4 സബ് ടോപ്പിക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഞാനത് ഇംഗ്ലീഷിൽ എഴുതാം, എന്നിട്ട് മലയാളത്തിൽ പറഞ്ഞുതരാം. 4 സബ് ടോപ്പിക്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ തീരപ്രദേശം ചരിത്ര രേഖകളിൽ. എന്താണ് കേരള തീരപ്രദേശം ചരിത്ര രേഖകളിൽ. ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരും. എന്താണ് കേരള തീരപ്രദേശം ചരിത്ര രേഖകളിൽ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? സിലബസിൽ ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? സിലബസിൽ എന്ത് മാത്രമേ ഉള്ളൂ? വെറും മത്സ്യബന്ധനം എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? അതിനെ നമ്മൾ ഫർദറായിട്ട് ഡീകോഡ് ചെയ്ത് സബ് ടോപ്പിക് ആക്കുകയാണ്. എന്താണ് ഡീകോഡ് ചെയ്ത് സബ് ടോപ്പിക്കാണ്. ക്ലാസ് പൂർണ്ണമായിട്ടും വീഡിയോ ക്ലാസ്സസ് ആണ്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ആണ്, ഓഡിയോ ക്ലാസ്സസ് അല്ല. വീഡിയോ ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മലയാളത്തിലുള്ള PDF ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഒരു സബ് ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടാമത്തെ സബ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള തീരപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ലെങ്തും ആ തീരപ്രദേശത്തിൻ്റെ എക്സ്റ്റെൻറ്റ്, അതിൻ്റെ വ്യാപ്തിയും നീളവും വ്യാപ്തിയും. നിങ്ങൾ ചുമ്മാതെങ്കിലും പോയി 10th ലെവൽ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അറിയാം. കേരള തീരപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നീളം വ്യാപ്തിയൊക്കെ മുൻ ചോദ്യ പേപ്പറുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ നീളവും വ്യാപ്തിയും എന്തായിട്ട് വരാം? ചോദ്യമായിട്ട് വരാം. അപ്പോൾ 2 സബ് ടോപ്പിക്കായി. മൂന്നാമത്തെ സബ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഘടകങ്ങൾ അടങ്ങിയ, കുറച്ചധികം കണ്ടന്റ് അടങ്ങിയ ഒരു സബ് ടോപ്പിക്കാണ് കേരള മത്സ്യഫെഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരള മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ കേരള മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയും നമ്മുടെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയുള്ള സ്കീമുകൾ, പദ്ധതികൾ ചോദ്യങ്ങളായിട്ട് വരാം. ഓക്കെ, പ്രോജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക പ്രോജക്റ്റുകളുണ്ട്. ലൈക്ക് എന്താ പറയണ്ടേ, ഫോറിൻ കൊളാബറേഷൻ. നമ്മുടെ കേരള ഗവൺമെൻറ് ചില വിദേശ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് കേരള മത്സ്യബന്ധനത്തിനെ കേരളത്തിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കേരളത്തിലെ ഈ പറയുന്ന പോലെ മത്സ്യബന്ധന മേഖലയായിട്ട് ബന്ധപ്പെട്ടവർക്ക് എന്താ പറയുക സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയുള്ള പദ്ധതികളിൽ ഏർപ്പെടുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് നോർവീജിയായിട്ട് നമ്മളൊരു പദ്ധതിയിൽ ഏർപ്പെടുന്നുണ്ട്. ഓക്കെ, സോ അത് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇൻ്റർനാഷണൽ കൊളാബറേഷൻ. എന്താണ് ഇൻ്റർനാഷണൽ കൊളാബറേഷൻ? അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണം, മത്സ്യബന്ധന മേഖലയുടെ വികസനവും ക്ഷേമവും മുൻനിർത്തി കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നടത്തുന്ന അന്താരാഷ്ട്ര ഇടപെടലുകൾ. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ സബ് ടോപ്പിക്. ഇനി നാലാമത്തെ സബ് ടോപ്പിക്കിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങൾ, അതിൻ്റെ ലൊക്കേഷൻ, അവിടുന്ന് കിട്ടുന്ന ഈൽഡ്. നിങ്ങൾ ഒരു പക്ഷേ അത്ഭുതപ്പെടും. അതായത് ഏറ്റവും കൂടുതൽ ഈൽഡുള്ള, ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് നമുക്ക് നേടിത്തരുന്ന തുറമുഖം ഏതാണെന്നുള്ള ചോദ്യം വരും. ഇന്ന തുറമുഖം ഏത് ജില്ലയിലാണെന്നുള്ള ചോദ്യം വരും. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണെന്നുള്ള ചോദ്യം വരും. സോ കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളെ പറ്റിയാണ്, പോർട്സ്, ഫിഷിംഗ് പോർട്സ് എന്ന് ഞാൻ അങ്ങ് എഴുതുകയാണ്. നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് ചില വർഷങ്ങളിലൊക്കെ വിവിധ സ്റ്റേജസ് ആയിട്ട് 10 ചോദ്യപേപ്പർ 10 ആവറേജിൽ വരാറുള്ളത്. 10 ചോദ്യപേപ്പർ 3 വർഷമായിട്ട് നമ്മൾ നോക്കിയപ്പം, അതായത് 2023 വരെ നോക്കിയപ്പോൾ 10 ക്വസ്റ്റ്യൻ പേപ്പർ, 22 വരെ നോക്കിയപ്പോൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു
10th പ്രിലിംസ് ലെവലിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 25 ക്വസ്റ്റ്യൻ പേപ്പറോളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക്. സോ ഇതെടുത്തിട്ട് നിങ്ങൾ മത്സ്യബന്ധനത്തിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും പരിശോധിച്ചോ, അത് കറക്റ്റായിട്ട് ഈ 4 സബ് ടോപ്പിക്കിൻ്റെ അകത്ത് വന്ന് നിൽക്കും. അപ്പോൾ ഈ പോർഷൻ എങ്ങനെയാണ് വൊക്കാസ്പീഡിയ നിങ്ങൾക്ക് തരുന്നത്? ഇത് തരുന്നത് വീഡിയോ ക്ലാസ് ആയിട്ടും, വീഡിയോ ക്ലാസ് പ്ലസ് മലയാളം PDF. ഓക്കെ, കാരണം നമുക്കറിയാം ഇതിൻ്റെ അകത്ത് നിങ്ങൾ SCRT മാത്രം പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലയോ? SCRTയിൽ മാത്രം ഊന്നിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ക്ലാസ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സും അതുപോലെ തന്നെ PDF-ഉം തരും. അതായത് SCRTയിൽ സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് നിർത്താൻ സാധിക്കാത്ത ടോപ്പിക്കുകളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്നത് പോലെ ഗവൺമെൻറ് വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള എന്താ പറയണ്ടേ ആധികാരികമായ രേഖകൾ പരിശോധിച്ച് വളരെ വെൽ നറിഷ്ഡ് ആയിട്ടുള്ള ക്ലാസ്സും PDF-ഉം നിങ്ങൾക്ക് തരും. അതുപോലെ മറ്റൊരു ടോപ്പിക്കാണ് കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ. ഓക്കെ, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ. ഇവിടെ നമ്മൾ 4 സബ് ടോപ്പിക്കാണ് കണ്ടത്. ഇവിടെ എത്രയാണ്? 4 സബ് ടോപ്പിക്കാണ് നമുക്കുള്ളത് അല്ലേ. കേരളത്തിലെ പവർ പ്രോജക്ട്സിലേക്ക് വരുമ്പം നമുക്ക് 5 സബ് ടോപ്പിക്സുകൾ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. എത്രയാണ്? 5 സബ് ടോപ്പിക്സ് ഉണ്ട്. ഏതൊക്കെയാണ് കേരള പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട 5 സബ് ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ വിവിധ ഊർജോൽപാദന സോഴ്സുകൾ, സ്രോതസ്സുകൾ. അതിൻ്റെ അകത്ത് നമ്മൾ ഹൈഡൽ പഠിക്കാനുണ്ട്, തെർമൽ പഠിക്കാനുണ്ട്, വിൻഡ്, അതുപോലെ തന്നെ സോളാർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സബ് ടോപ്പിക്കിൽ വരുന്നത്. എന്താണ്? 5 സബ് ടോപ്പിക്ക് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? വിവിധ ഊർജോൽപാദന സ്രോതസ്സുകൾ. നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളാണ് കേരളത്തിൽ കൂടുതലുള്ളത്. അതുപോലെ തന്നെ തെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കി അല്ലേ, വെള്ളം ചൂടാക്കി അതിൻ്റെ ആവി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ടർബൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാറ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ളത് ഇപ്പോൾ അറിയാം നമുക്ക് സോളാർ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. തീർന്നില്ല. രണ്ടാമത്തെ സബ് ടോപ്പിക്കാണ് ഹൈഡ്രോ ഇലക്ട്രിക്കിൽ തന്നെയുള്ള, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ആണുള്ളത്. അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഇത് KSEBയുടെ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് കണ്ടന്റ് നമ്മൾ എടുത്തു തരുന്നത്. കാരണം അത് അതുപോലെ തന്നെ വെർബറ്റിൽ നിങ്ങൾക്ക് എന്തായിട്ട് വരും, ക്വസ്റ്റ്യനായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ദഹിക്കുന്ന മട്ടിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തല പെരുക്കുന്ന ഒരു കണ്ടന്റായിട്ട് ഫീൽ ചെയ്യും. അത് ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ലൂസിഡ് ആയിട്ട് ലെക്ചർ മോഡിൽ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത് പ്രസൻറ്റ് ചെയ്യും. അപ്പം അവിടെ വരുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വർഷം, ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഏത് വർഷമാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പ്ലസ് ഏത് റിവർ ബേസിനിലാണ്, ഏത് നദീവ്യൂഹത്തിലാണ് ഈ എന്താ പറയണ്ടേ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് നിലകൊള്ളുന്നത്. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തെ സബ് ടോപ്പിക്ക്. മൂന്നാമത്തെ സബ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഡീസൽ പവർ പ്ലാന്റുകളെ കുറിച്ചാണ് മൂന്നാമത് ആ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുള്ളത്. എന്താണ്? കേരളത്തിലെ ഡീസൽ പവർ പ്ലാന്റുകളെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. നാലാമത്തെ സബ് ടോപ്പിക്ക് കേരളത്തിലെ വിവിധ ഊർജോൽപാദന പ്ലാന്റുകളിലെ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി, അതായത് ആ പവർ പ്ലാന്റിന് എന്തുമാത്രം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതാണ് മൂന്നാമത്തെ സബ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ സബ് ടോപ്പിക് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സബ് ടോപ്പിക്ക് വന്നിട്ട് അത് റെയറായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള പ്രൈവറ്റ് ഓൺഡ് ആയിട്ടുള്ള പവർ പ്ലാന്റ്സിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വൈവിധ്യമല്ലേ കേവലം ഊർജോൽപാദന സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഊർജ ഉൽപാദനം, കേരളത്തിൻ്റെ ഊർജോൽപാദന മേഖല എന്ന് മാത്രം സിലബസിൽ വെറുതെ പരാമർശിച്ച് പോയിരിക്കുന്ന ഒരു ടോപ്പിക്കിൽ ആസ് മെൻറ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക്, സബ്ജക്റ്റ് എക്സ്പേർട്സ് എന്നുള്ള നിലയ്ക്ക്, കേരളത്തിലെ ഒരു ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള PSC ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരേണ്ട സൗകര്യം എന്താണ്? ഇതിന് ഒരു ലിമിറ്റുണ്ട്. എവിടെ വരെ ചോദ്യങ്ങൾ ചോദിക്കാം. എസ്പെഷ്യലി നിങ്ങൾക്ക് ഡയറക്റ്റ് SCRTയിൽ നിന്ന്, പുതിയതോ പഴയതോ ആയിട്ടുള്ള SCRTയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് പഠിക്കാൻ പറ്റാത്ത ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അതിൻ്റെ എല്ലാ അനുബന്ധമായിട്ടുള്ള രേഖകളും പരിശോധിച്ച ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഭാവിയിലേക്കുള്ള ക്വസ്റ്റ്യനും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് തരണം? ഇതൊരു മൊഡ്യൂളായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണം. ഇവിടെയും നമ്മൾ നിങ്ങൾക്ക് വീഡിയോയും അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്സിനും വീഡിയോ അതുപോലെ തന്നെ PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓൾഡ് SCRT നിങ്ങൾ ഇനി നോക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ SCRT ബേസ് ചെയ്തുള്ള നോട്ടുകൾ തരുമല്ലോ.
ആ നോട്ടുകളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഴയ SCRT എന്നുള്ള ഇൻഫർമേഷനും കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, നിങ്ങളുടെ PDF നോട്ട്സ് വരുന്നത്. ഓക്കെ, അത് ഇപ്പോൾ പവർ പ്രോജക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ കേരള SCRTയിൽ അത് കവർ ചെയ്തിട്ടുണ്ടാവില്ല, നമുക്ക് PSC ചോദ്യം ചോദിക്കുന്ന രീതിയിൽ. പക്ഷേ കേരളത്തിൽ ഊർജ്ജോൽപാദനമായിട്ട് ബന്ധപ്പെട്ട് പരാമർശം എവിടെ കാണും, നമ്മുടെ SCRT സിലബസിൽ 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകളിൽ കാണും. അപ്പോൾ അവിടെ നിന്നുള്ള ഐഡിയാസും കൂടെ നമ്മുടെ റിസർച്ച് ടീം ഉൾക്കൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ PDF തരുന്നത്. സോ നമ്മുടെ PDF എന്ന് പറയുന്നത് മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനി പഴയ SCRT പഠിക്കാൻ പറ്റിയില്ല, നിങ്ങളുടെ കയ്യിലില്ല എന്നൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടും പുതിയ SCRT ബേസ് ചെയ്ത് ചോദ്യം വരുന്ന ഒരു മേഖലയാണ് ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ നോക്കൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. ഇത് തീർച്ചയായിട്ടും ഏറിയ പങ്കും ഒരു 90% ക്വസ്റ്റ്യൻസും പുതിയ SCRT എന്നാണ് റീസെൻ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് തരുമ്പോൾ SCRT ചാപ്റ്റർ ആ ഒരു ഡിവിഷൻ മോഡിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ട് തരുമ്പോൾ പുതിയ SCRT എന്നുള്ള ഇൻഫർമേഷനും പഴയ SCRT എന്നുള്ള ഇൻഫർമേഷനും കൂടെ തന്നായിരിക്കും, അത് ഇൻക്ലൂഡ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. സോ നോട്ട്സ് സഫീഷ്യൻ്റ് ആണ്, മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പഴയ SCRT വായിക്കണോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മറുപടി പഴയ SCRT നിങ്ങളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി SCRT വായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണെങ്കിലും ഇന്ത്യയുടെ ഈ പറയുന്നത് പോലെ ഇന്ത്യൻ എന്താ പറയേണ്ടത് സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിലും ഈ ടോപ്പിക്സിനെ നമുക്ക് കൃത്യമായിട്ട് SCRT ബേസ്ഡ് ടോപ്പിക്സ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. SCRTയിൽ ഊന്നിക്കൊണ്ടുള്ള ടോപ്പിക്സ് തന്നെയാണിത്. അപ്പം ഞാൻ എൻ്റെ ഭാഷ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ജനറൽ നോളജ്, അതുപോലെ ഇനി വരാൻ പോകുന്ന നമ്മുടെ ലൈഫ് സയൻസ് ഉൾപ്പെടെയുള്ള ടോപ്പിക്സ് എടുക്കുമ്പോൾ, ജനറൽ സയൻസ് ഉൾപ്പെടെയുള്ള ടോപ്പിക് എടുക്കുമ്പോൾ ആ 100 മാർക്കിൻ്റെ മാത്സ് ഒഴിച്ചുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 സോഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന് SCRTയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും, പിന്നൊന്ന് SCRTയിൽ ഇല്ലാത്ത നമ്മൾ ടോപ്പിക്കായിട്ട് തന്നെ ഡെലിവർ ചെയ്യുന്ന ഏരിയാസും. ഓക്കെ, ആ ടോപ്പിക്കായിട്ട് ഡെലിവർ ചെയ്യുന്ന ഏരിയാസ് കൂടുതലും ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന കേരള അനുബന്ധ വിവരങ്ങൾ, കേരള അടിസ്ഥാന വിവരങ്ങൾ, അല്ലെങ്കിൽ കേരള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും നമ്മളെന്താണ് ടോപ്പിക്സ് ആയിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളോ ഒക്കെ നമ്മൾ എങ്ങനെ ആയിരിക്കും SCRT ബേസ് ചെയ്ത് ആ ചാപ്റ്ററിൻ്റെ ഓർഡറിലായിരിക്കും പോകുന്നത്. ഇനി SCRT വായിക്കുമ്പം നിങ്ങൾ എങ്ങനെയാണ് SCRT സാധാരണ വായിക്കാറുള്ളത്? നിങ്ങൾ SCRT വായിക്കുന്ന ശൈലി എങ്ങനെയാണ്? 5ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം 6ാം ക്ലാസ് വായിക്കും, 6ാം ക്ലാസ് ഫിനിഷ് ചെയ്ത ശേഷം 7, 7ന് ശേഷം 8, 8ന് ശേഷം 9, 9ന് ശേഷം 10. ഇങ്ങനെയാണോ നിങ്ങൾ വായിക്കാറുള്ളത് SCRT? ഇങ്ങനെയാണോ നിങ്ങൾ SCRT വായിക്കാറുള്ളത്? എന്താണ് നിങ്ങളുടെ SCRT വായിക്കുന്നതിൻ്റെ ഒരു ക്രമം എന്താണ്? ഓക്കെ, SCRT വായിക്കുന്ന ക്രമം എന്താണ്? ഉദാഹരണം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണേ. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആധുനിക ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്താ പറയേണ്ടത് സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇമാജിൻ അത് 6ാം ക്ലാസ്സിലെ SCRTയിൽ തുടങ്ങും. 6ാം ക്ലാസ്സിലെ SCRTയിൽ അതിൽ നിന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയുകയാണ്, ഗാന്ധിയും എന്താ പറയേണ്ടത് ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടെന്ന് കരുതുക 6ാം ക്ലാസ്സിൽ. ഓക്കെ, ഇതേ ചാപ്റ്റർ അഡ്വാൻസ്ഡ് ആയിട്ട് 9ാം ക്ലാസ്സിലും കാണും. എന്നും കാണും, 9ാം ക്ലാസ്സിലും കാണും. 6ൽ എലമെൻ്ററി ലെവലിൽ നിങ്ങൾക്ക് ദേശീയ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നീട് അത് നിങ്ങൾ വിശദമായിട്ട് പഠിക്കുന്ന എപ്പോഴായിരിക്കും? 9ാം ക്ലാസ്സിലായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഒരു എലമെൻ്ററി ക്ലാസ്, അതിനുശേഷം അപ്പർ പ്രൈമറി, അതിനുശേഷം ഹൈസ്കൂൾ, ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പാഠ്യക്രമം സ്കൂൾ പഠന കാലഘട്ടം പോകുന്നത്. അപ്പോൾ 6ൽ എന്താണോ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതെവിടെയും വരും, 9ൽ വരും. 7ലുള്ളത് 10ാം ക്ലാസ്സിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? 5ലുള്ളത് ചിലപ്പോൾ 8ാം ക്ലാസ്സിൽ വരും. അതിപ്പം നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും, ഇപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ബലം എന്ന് പറയുന്ന ഒരു ആശയം, അല്ലെങ്കിൽ ബലം എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുക. ഈ ബലം എന്ന് പറയുന്ന ടോപ്പിക്ക് 6ാം ക്ലാസ്സിലുണ്ട്, ഇത് 8ാം ക്ലാസ്സിലും ഉണ്ട്, ഇത് 10ാം ക്ലാസ്സിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കണ്ടേ? ഇതിൻ്റെ ഫണ്ടമെൻ്റൽ തൊട്ട് ഇതിൻ്റെ എന്താ പറയേണ്ട അഡ്വാൻസ്ഡ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ചല്ലേ പഠിക്കേണ്ടത്. അപ്പം നമ്മുടെ നോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലാസ് അഡ്വാൻസ് ചെയ്ത് 5, 6, 7 എന്ന് പോകുന്ന രീതിയിലല്ല നിങ്ങൾക്ക് നോട്ട് തരുന്നത്. നമ്മൾ നോട്ട് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പൈലേഷനായിട്ടാണ് തരുന്നത്. അതായത് ഈ ബലം എന്നുള്ള ചാപ്റ്റർ ബലം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്ററിലുണ്ടോ അതെല്ലാം കൂടെ എടുത്ത് ക്ലബ് ചെയ്ത് അതിൻ്റെ എലമെൻ്ററി തൊട്ട്
സെക്കൻഡറി വരെയുള്ള, അതായത് സീനിയർ സെക്കൻഡറി വരെയുള്ള SSLC വരെയുള്ള ഇൻഫർമേഷൻസ് ആശയപരമായിട്ട് കമ്പൈൽ ചെയ്താണ് തരുന്നത്. മാത്രമല്ല +1 +2 ടെക്സ്റ്റിൽ നിന്നുള്ള ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉൾക്കൊണ്ട് നോട്ട്സിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സും നമ്മുടെ PDF-ഉം മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. അതായത് SCERT വായിക്കുന്നതിൻ്റെ പുതിയൊരു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ച് അവിടെ നിർത്തി 6ാം ക്ലാസ്സിൽ പോകുമ്പം നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും. നമ്മുടെ മെറ്റീരിയൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് പോലും ഫീൽ ചെയ്യത്തില്ല. കാരണം എന്താണ്, ആ 5 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങൾ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചാണെങ്കിൽ അതെല്ലാം അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എംബഡ് ചെയ്താണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ പോയിന്റ് പിടികിട്ടിയോ? അപ്പം എത്രത്തോളം പെയിൻസ്റ്റേക്കിംഗ് ആയിട്ട് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇതുപോലെ ഇതിലേത് ടോപ്പിക് എടുത്താലും, പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട ഏത് ടോപ്പിക് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സംഗതി ഒരു വരിയേ ഉള്ളൂ. എന്താണ്? ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും. ഇതാ നോക്കൂ, ഇത്ര മാത്രമേ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ. നിങ്ങളിത് എങ്ങനെ പഠിക്കും? ഓക്കെ, നമുക്ക് SCERT-ൽ ഈ ഡേറ്റ അവൈലബിൾ ആണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡേറ്റ അവൈലബിൾ ആണ്. ഏറെ പങ്കും അങ്ങനെയാണ് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ധാരണ വേണ്ടേ? നിങ്ങൾ ക്ലാസ് എടുക്കുമ്പം നിങ്ങൾക്കൊരു ധാരണ വേണ്ടേ? ഇവിടുന്ന് എങ്ങനെയൊക്കെ ചോദ്യം വരുമെന്നൊരു ധാരണ വേണ്ടേ? ആ ചോദ്യം വരുമെന്നുള്ള ധാരണ അറിഞ്ഞാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഈ ഒരു പക്ഷേ നിങ്ങളുടെ ക്ലാസ് സഫീഷ്യൻ്റ് ആണോ എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുള്ളൂ. അതിനായിട്ട് എന്ത് വേണം? മുൻവർഷ ചോദ്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് തന്നെ എന്ത് വേണം? ഒരു നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഈ ഒരു ഭാഗം കൂടി ഉദാഹരണം പറഞ്ഞുതരാം. അതിർത്തികളും അതിരുകളും എന്ന ടോപ്പിക്കിൽ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം നിങ്ങൾ നോക്കേ. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ ഭാഗത്തും ചോദിക്കുന്നത്. 2 സെറ്റ് ചോദ്യങ്ങളാണ് ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. അതിപ്പം ഇപ്പോൾ പുതിയ SCERT വെച്ച് പഠിക്കുകയാണെങ്കിലും പഴയ SCERT എന്നുള്ള ഇൻഫർമേഷൻ എടുത്താലും ആ ചോദ്യം വരാനുള്ള ഏരിയ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇന്ത്യ ബോർഡേഴ്സ് എന്നുള്ള ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചേ, ഇന്ത്യ ബോർഡേഴ്സ് എന്നുള്ള ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സബ് ടോപ്പിക്ക് ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികളും ആ അതിർത്തി കാക്കുന്ന സേന, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികൾ, അതുപോലെ തന്നെ ആ അതിർത്തി കാക്കുന്ന അതിർത്തി സെക്യൂരിറ്റി ഫോഴ്സ്, അതിർത്തി സംരക്ഷണ സേന ഏത്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന് പറയും. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഇനി രണ്ടാമത് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, അതിൽ തന്നെ അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കാരണം ചില സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് മാത്രമല്ല അതിർത്തി പങ്കിടുന്നത്, മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ട്. നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞേ. മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം, ഇന്ത്യയിലൊരു സംസ്ഥാനം നിങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല, നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം ഏതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ നിങ്ങളുടെ അറിവിൽ. നെയ്മർ പറയുന്നു രാജസ്ഥാൻ ഏത് രാജ്യവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? രാജസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അല്ലേ? രാജസ്ഥാൻ എന്താണ്? രാജസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അവിടെ വെസ്റ്റ് ബംഗാൾ പറയുന്നു. വെസ്റ്റ് ബംഗാൾ ഏത് രാജ്യമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? വെസ്റ്റ് ബംഗാളിന് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് അതിർത്തിയുണ്ട്? അപ്പോൾ നമ്മുടെ കിഴക്കൻ മേഖലയിലാണെങ്കിലും പടിഞ്ഞാറൻ മേഖലയിലാണെങ്കിലും നമ്മുടെ എന്താ പറയണ്ടേ വടക്കൻ മേഖലയിലാണെങ്കിലും ആ ഭൂപ്രദേശങ്ങളിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന, അതായത് കരമാർഗമുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ട്. ടിബറ്റ്, അതായത് ചൈനയുടെ ടിബറ്റൻ സ്വയംഭരണ പ്രദേശമായിട്ട് എന്ന് വെച്ചാൽ ചൈനയായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ട്. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ട്. മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ട് അല്ലേ? അപ്പം ഇതാണ് പറയുന്നത്. അപ്പോൾ അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എവിടുന്ന ഈ സബ് ടോപ്പിക്ക് നമ്മൾ കണ്ടെത്തി എഴുതിയിരിക്കുന്നത്? ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങളാണ്. പക്ഷേ ആ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്താണ്? അതിന് അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. അപ്പോൾ ആ ടോപ്പിക്ക് എങ്ങനെ നമ്മൾ പഠിക്കേണ്ടത്? അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഇന്ത്യ അതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ചോദ്യത്തിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ടോപ്പിക്സ് പഠിച്ച ആ ടോപ്പിക്ക് കഴിഞ്ഞു, ആ കുഞ്ഞു മൊഡ്യൂൾ കഴിഞ്ഞു, ഇന്ത്യ അതിർത്തികളെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് വൃത്തിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഓരോ ടോപ്പിക്സും പഠിച്ചു പോകാം. ഇത് നിങ്ങൾക്ക് തന്നെ വിശ്വാസം വരും. അപ്പോൾ അതായത് നിങ്ങളൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യുകയാണ്, 500 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഈ 500 ക്വസ്റ്റ്യൻ എടുത്ത് സോൾവ് ചെയ്യുമ്പം നമ്മൾ ഈ സ്വാഭാവികമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കാണുമല്ലോ. അപ്പം 5 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, 6ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോയി. 7, 8, 9, 20 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളൊരു സാച്ചുറേഷനിലെത്തും. അതായത് നമ്മൾ പഠിപ്പിച്ചതിനപ്പുറം പിന്നെ ഒരൊറ്റ ചോദ്യം നിങ്ങൾക്ക് പിന്നെ പുതുതായിട്ട് കണ്ടെത്താൻ സാധിക്കത്തില്ല. അത് നമ്മൾ പഠിച്ച് അതിൻ്റെ ഒരു ബൗണ്ടറി നിശ്ചയിച്ച് അതിൻ്റെ ഒരു കോണ്ടൂർ എന്നൊക്കെ നമ്മൾ പറയും, ഇവിടം തൊട്ട് ഇവിടെ വരെ പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ് തന്ന് PDF തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെളിയിൽ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല. അതുപോലെ പഴുതടച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ 10th ലെവലിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ്? പഴുതടച്ചുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ 10th ലെവലിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഏത് ടോപ്പിക് എടുത്തിട്ട് വേണമെങ്കിലും നമുക്കിതിൻ്റെ അതിര് നിശ്ചയിക്കാൻ പറ്റും. ഇത് ഇത്രയേ ഉള്ളൂ 10th ലെവൽ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈ എന്താ പറയണ്ടേ, ഇപ്പം മെയിൻസിലേക്ക് വരുമ്പം ഇപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ റീസെൻ്റ്ലി കൺക്ലൂഡ് ചെയ്ത LD ലെവൽ എക്സാംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൂടുതലും ഈ ABCD ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹു ഈസ് ഹു, വാട്ട് ഈസ് വാട്ട്, ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അഡീഷണൽ ടോപ്പിക്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന എക്കണോമിക്സിലെ പഞ്ചവത്സര പദ്ധതിയോ അല്ലെങ്കിൽ കേരള ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിലോ ഒക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രസ്താവന ചോദ്യങ്ങൾ വരുമെന്നല്ലാതെ ബാക്കിയുള്ളതിൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആഴത്തിൽ പോവും, സബ് ടോപ്പിക് ലെവലിൽ കുറച്ച് ആഴത്തിൽ പോവും. പക്ഷേ നമുക്ക് ഈ രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്ത് കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? സോ ഇതാണ് നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സിലബസ് ഇപ്പോൾ മെയിൻസിൻ്റെ സിലബസ് നമുക്ക് വരാനായിട്ടുണ്ട്. മെയിൻസിൻ്റെ സിലബസ് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 10th മെയിൻസിൻ്റെ അല്ലെങ്കിൽ LD ക്ലർക്കിൻ്റെ സിലബസ് തന്നെ ആയിരിക്കും ഏതിന് വരുന്നത്, നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒറ്റ എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ ബെവ്കോ LDCയുടെ മെയിൻസ് എക്സാം ആണെങ്കിലും ഏറെക്കുറെ നമ്മൾ 10th ലെവലിൽ എഴുതിയ മെയിൻസ് എക്സാമിൻ്റെ സ്വഭാവത്തിലായിരിക്കും അത് വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ല കമ്പനി ബോർഡ് LGS ആണെന്നുണ്ടെങ്കിൽ LGS മെയിൻസ് പരീക്ഷ നടക്കാറുണ്ടല്ലോ, ആ ലെവലിലുള്ളൊരു എക്സാം ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. സിലബസ് ഉടനെ വരും. ഇപ്പോൾ മുൻപ് തന്നിട്ടുള്ള സിലബസുകളിൽ നിന്നും മെയിൻ സിലബസുകളിൽ നിന്നും വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല. 99% മുമ്പ് തന്നിട്ടുള്ള സിലബസിൻ്റെ അതേ മാതൃകയിലായിരിക്കും പോകുന്നത്. കാരണം ഈ എക്സാമിന് ഒന്നും തന്നെ എന്ത് പഠിക്കാനില്ലടേ. ഇപ്പോൾ യൂണിഫോം തസ്തികയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വരും, സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരും. അപ്പോൾ ഇതിനൊന്നും എന്തില്ല, സ്പെഷ്യൽ ടോപ്പിക്കൊന്നും ഇല്ല. അതുകൊണ്ട് മുൻ വർഷങ്ങളിൽ നിലനിൽക്കുന്ന സിലബസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മെയിൻസിനും വരാൻ പോകുന്നത്. അപ്പോൾ മെയിൻസിലെ ആണെങ്കിലും പ്രിലിംസിലെ ആണെങ്കിലും ടോപ്പിക്ക് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ക്ലാസ് കൃത്യമായിട്ട് കാണുക, ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട PDF വായിക്കുക. സോ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പഴുതടച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ടോപ്പിക്സ് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇന്ത്യ ആൻഡ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയൊരു ഒരു 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 ടോപ്പിക്കാണെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് എത്രയേ ഉള്ളൂ, അതിൻ്റെ അകത്ത് ഏരിയ ഈ പറയുന്ന 2 ഏരിയ ഉള്ളൂ. ഇത് പഠിപ്പിച്ച് നിങ്ങൾക്ക് കവർ ചെയ്ത് തരാൻ എന്തുമാത്രം സമയം വേണ്ടി വരും, അധികമൊന്നും വരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞതാ, ഇപ്പം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെന്ന് പറയുമ്പം ഇപ്പം ചോദിച്ചായിരുന്നു, ഇപ്പം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് എന്താണ്, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എടുക്കുമ്പം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ലൊക്കേഷൻ, ഇന്ത്യയുടെ കിടപ്പ് നിങ്ങൾ അറിയണം. എന്താണ് ഇന്ത്യയുടെ കിടപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണം. ഇപ്പോൾ ഇന്ത്യയുടെ കിടപ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ അക്ഷാംശ രേഖ ലോഞ്ചിറ്റ്യൂഡും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് രേഖകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏതൊരു പ്രദേശത്തെയും ചെയ്യുന്നത്, അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു കിടപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പ്രധാനമായിട്ടും ഒരു ട്രോപ്പിക്കൽ രാജ്യമാണെന്ന് നമ്മൾ പറയും. അതായത് 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി നോർത്ത്, അതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. സോ 23.5 ഡിഗ്രി നോർത്തിന് താഴെ കിടക്കുന്ന ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ ട്രോപ്പിക്കൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള രാജ്യമാണെന്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഉഷ്ണമേഖലയിലോട്ട് വരികയാണ്, അതായത് ഇക്വേറ്ററിൻ്റെ അടുത്തോട്ട് ഉഷ്ണമേഖലയിലേക്ക് കിടക്കുന്ന പ്രദേശങ്ങളാണ് ആ 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിന് താഴെ കിടക്കുന്ന പ്രദേശങ്ങൾ. അപ്പം താഴെ തന്നിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഏതൊക്കെയാണ് ഈ ഉഷ്ണരേഖയ്ക്ക് താഴെ ഉള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ അത് എവിടെ നിന്ന് വന്ന ചോദ്യമാണ്, അതാണ് നിങ്ങൾ അറിയേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് സിലബസിൽ നിന്നാണോ എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. അത് തീർച്ചയായിട്ടും എവിടെ നിന്നുള്ള ചോദ്യമാണ്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര
ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെന്ന് പറയുമ്പോൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല, ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഇതെല്ലാം സിലബസിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് വേണം. കാരണം അവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം ഇന്ത്യ ഇത്ര ലാറ്റിറ്റ്യൂഡിന് ഇടയ്ക്കാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്, ഇത്ര ലോഞ്ചിറ്റ്യൂഡിന് ഇടയ്ക്കാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഇത്ര ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഇത്ര ലോഞ്ചിറ്റ്യൂഡിന് ഇടയ്ക്കാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖയ്ക്ക് താഴെ കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ എന്താണ്, ട്രോപ്പിക്കലായിട്ടുള്ള ഉഷ്ണമേഖലയിൽ കിടക്കുന്ന പ്രദേശങ്ങളാണ്. സോ ആ നിലയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റണം, എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലെത്താൻ പറ്റണം. എന്ത് ചെയ്യാൻ പറ്റണം, എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലെത്താൻ സാധിക്കണം. ഓക്കെ, അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾ ചാറ്റിൽ ഇൻട്രാക്ട് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്നത് പോലെ അവസാനം ചോദിച്ചാൽ മതി. ലാസ്റ്റ് ഒരു 5 മിനിറ്റ് തരാം, നമുക്കൊരു 9 മണിയാകുമ്പോഴത്തേക്കിന് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സിലബസിലോട്ടാണ് പ്രധാനമായിട്ടും കടന്നു പോയത്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡൂവബിൾ ആയിട്ടുള്ള, അനായാസം നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സിലബസാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ പ്രിലിംസ് എന്നോ മെയിൻസ് എന്നോ ഒരു വ്യത്യാസം ഇല്ലാതെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെയിൻസിന് പഠിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ പ്രിലിംസ് ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യുക, അതിനൊപ്പം തന്നെ മെയിൻസ് റെഡി ആവുക. മാത്രമല്ല നിങ്ങളുടെ മെയിൻസ് എക്സാമിന് ഇപ്പോൾ LDC ബെക്കോ LDC ആണെങ്കിലും അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS ആണെങ്കിലും അതിൻ്റെ മെയിൻസിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, അതിൻ്റെ മെയിൻസിന് മുന്നോടിയായിട്ട് ഒരു ഡ്രസ് റിഹേഴ്സൽ പോലെ VFAയുടെ മെയിൻസ് എന്ന് വിളിക്കാൻ പറ്റുന്ന എക്സാം സെപ്റ്റംബറിൽ വരുന്നുണ്ട്. സോ അപ്പോൾ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് മെയിൻസ് എക്സാം മുറക്കി വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മെയിൻസിനും കൂടെ തയ്യാറെടുത്ത് വേണം ഇപ്പോഴേ പോകാൻ. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, അതിൻ്റെ ഒരു കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഇപ്പം കോഴ്സിൻ്റെ ഫീ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അവസാനം സൂചിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഡെയിലി ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ആഴ്ച 5 ദിവസം നിങ്ങൾക്ക് ക്ലാസ് കാണും. അപ്പോൾ 5 ദിവസത്തെ ക്ലാസ് തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതത് ദിവസങ്ങളിലുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മാത്രമല്ല ആ ടൈം ടേബിളിൽ ക്ലാസ്സിനൊപ്പം തന്നെ ആ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നിങ്ങൾക്ക് തരും. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഡെയിലി ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, മന്ത്ലി ടെസ്റ്റ് പേപ്പേഴ്സും ഉണ്ടായിരിക്കും. മന്ത്ലി ടെസ്റ്റ് പേപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു മാസം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 25-26 തീയതി വരെ നിങ്ങൾക്ക് ക്ലാസ് കാണത്തുള്ളൂ, അല്ലെങ്കിൽ 31 ദിവസമാണെങ്കിൽ 27 തീയതി വരെ ക്ലാസ് കാണത്തുള്ളൂ. ആ ലാസ്റ്റ് 4 ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷനായിട്ട് തന്നിരിക്കുകയാണ്. ആ റിവിഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ഇടുന്നത്, മന്ത്ലി ടെസ്റ്റ് ഇടുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ്സാണ്. അതായത് നിങ്ങളുടെ നോളജ് സൈഡിൽ എന്തെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡെയിലി ടെസ്റ്റ്, അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ്, അതുപോലെ തന്നെ മന്ത്ലി ടെസ്റ്റ്. അപ്പോൾ എക്സാംസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഡെയിലി എക്സാം ഉണ്ട്, വീക്ക്ലി എക്സാം ഉണ്ട്, അതുപോലെ തന്നെ മന്ത്ലി എക്സാം ഉണ്ട്. ഇതിന് പുറമെ ടോപ്പിക് വൈസ് എക്സാമും കാണും. ഇതിന് പുറമെ എന്ത് കാണും, ടോപ്പിക് വൈസ് എക്സാമും കാണും. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം വൊക്കാസ്പീഡിയയുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ഡിസ്കഷൻ അല്ലെങ്കിൽ കറണ്ട് അഫെയർസിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു മൊഡ്യൂൾ വിത്ത് PDF ആൻഡ് ക്ലാസ് നിങ്ങൾക്ക് തരാറുണ്ട്. സോ കറണ്ട് അഫെയർ കവറേജും വളരെ ഹോളിസ്റ്റിക് ആയിട്ട് തന്നെ പോകും. കറണ്ട് അഫെയർസിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്ര സാങ്കേതിക അത് 10 മാർക്കാണ് കേട്ടോ. നമ്മൾ പ്രിലിംസിലെ ആദ്യത്തെ 10 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫെയർസ് ആണ്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നാളിതുവരെയുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം അതിനെ സബ് ടോപ്പിക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓരോ ടോപ്പിക് എടുത്ത് സബ് ടോപ്പിക്ക് പറഞ്ഞതുപോലെ ഇതിനും എന്ത് അവൈലബിൾ ആണ്, സബ് ടോപ്പിക് ലെവൽ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് പിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് തരുന്നത്, നിങ്ങൾക്ക് ക്ലാസ് തന്നുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിനെ സംബന്ധിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ ഒരു അപ്രോച്ച് എന്ന് മനസ്സിലായോ? പ്രധാനമായിട്ട് ക്ലാസ്, PDF, എക്സാം, ഇങ്ങനെ ഒരു ട്രിപ്പിൾ അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. വീഡിയോ ക്ലാസ്, റെക്കോർഡഡ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ലീഡിംഗ് ആയിട്ടുള്ള PDF മലയാളത്തിൽ, ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. പ്ലസ് എന്താണ്, മറ്റ് അനുബന്ധ കോഴ്സിൻ്റെ ഒപ്പം വരുന്ന മറ്റ്
ഫീച്ചേഴ്സ് ലൈക്ക് ഈ പറയുന്ന പോലെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മുടെ വളരെ ആക്റ്റീവായിട്ടുള്ള ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ വൊക്കാസ്പീഡിയയുടെ ടെലിഗ്രാം ചാനലുകൾ മീൻസ് ഓരോ കോഴ്സിനും എക്സ്ക്ലൂസീവായിട്ടുള്ള ടെലിഗ്രാം ചാനലിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പഠന സംബന്ധമായിട്ടുള്ള ചർച്ചകൾ തുടങ്ങി വെക്കാനും സംശയങ്ങൾ ചോദിക്കാനും, ഇപ്പോൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ എന്താ പറയണ്ടേ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. കോർഡിനേറ്റേഴ്സ് കൃത്യമായിട്ട് അധ്യാപകരുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ സംശയങ്ങൾ പെടുത്തുകയും ഇപ്പോൾ കമൻ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല അതിനപ്പുറം നിങ്ങൾക്ക് വോയിസ് നോട്ടായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കോഴ്സിൻ്റെ ഡ്യൂറേഷൻ മെയിൻസ് എക്സാം വരെയാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. പിന്നെ ഗ്രൂപ്പ് കാര്യങ്ങൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് വിശദമായിട്ട് നിങ്ങളടുത്ത് സംസാരിക്കും. ഇവിടെ കോഴ്സിൻ്റെ ഫീ വന്നിട്ട് നമ്മൾ 700 രൂപയാണ് കേട്ടോ. കോഴ്സിൻ്റെ ഫീ എത്രയാണ്? 700 രൂപയാണ്. കോഴ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന് കാലാവധി ഉണ്ടായിരിക്കും. ഓക്കെ, ഡെയിലി എത്ര ക്ലാസ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ ഡെയിലി ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. നിങ്ങൾക്ക് തലേ ദിവസം പറയും നാളെ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെന്നുള്ള കാര്യം പറയും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ സിലബസ് കൃത്യമായിട്ട് കവറേജ് ഉണ്ടായിരിക്കും. സിലബസ് കവർ ചെയ്ത് സമഗ്രമായിട്ടുള്ള റിവിഷന് വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് സിലബസ് കംപ്ലീഷനെ പറ്റിയൊന്നും നിങ്ങൾ ആരും തന്നെ ബേജാറാവേണ്ട കാര്യമില്ല. ആ സിലബസ് കംപ്ലീഷനിൽ നമുക്കുള്ള ഗ്രിപ്പ് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞത്. കേവലം ഒരു വരിയിലോ മറ്റോ ഉള്ള സിലബസിൽ എത്രയൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ശ്രമിച്ചത്. ഫോഴ്സിന് ബാച്ച് ഉണ്ടോ എന്നുള്ള കാര്യം വി വിൽ ഗെറ്റ് ബാക്ക് ടു യു പറയാം. ടെൻത്ത് ലെവൽ പ്രിലിംസ് സിലബസ് ഏത് വർഷം എന്ന് പറയും. കമ്പനി ബോർഡ് മതി. ഇത് ഈ ബാച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്കമിങ് ആയിട്ടുള്ള 3 പരീക്ഷകൾക്ക് വേണ്ടിയുള്ളതാണ്. ഏതൊക്കെയാണ്? ഒന്ന് കമ്പനി ബോർഡ് LGS, പിന്നെ അതുപോലെ തന്നെ ബെവ്കോ LDC, അതുപോലെ VFA. ഈ 3 എക്സാമിനും അതിൻ്റെ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയുള്ള ബാച്ചാണ് ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന ബാച്ച്. ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ജാനുവരി 12 തന്നെ വരും. ഏത് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്? ഞാൻ അതാണ് അനസേ പറഞ്ഞത്. SCRT ക്ലാസ് ചാപ്റ്റർ വൈസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബലം ഒരു ചാപ്റ്ററാണ് SCRTയിലെ, അല്ലെങ്കിൽ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്നുള്ളത് ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് രണ്ടും എടുക്കുക. ഇത് രണ്ടും നമുക്ക് 5 തൊട്ട് 10 വരെ എലമെൻ്ററി തൊട്ട് നമ്മുടെ ഹൈസ്കൂൾ വരെ നമുക്കിത് പല കാലഘട്ടങ്ങളിൽ പല ചാപ്റ്ററിലായിട്ട് പഠിക്കാനുണ്ട്. അപ്പം 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ ഉൾപ്പെട്ട ഒരു പാഠഭാഗത്തിൻ്റെ ബലമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളിൽ മാത്രം നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ ഏതും കൂടി ഉൾക്കൊള്ളിക്കും. 9 പോയിന്റ്സ് ഉൾക്കൊള്ളിക്കും. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുൻവർഷത്തെ ചോദ്യങ്ങൾ മുൻനിർത്തി 10th ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുൻനിർത്തി നമ്മൾ +1 +2 ഇൻഫർമേഷൻ കൂടി അതിൽ സന്നിവേശിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് PDF മതി നിങ്ങൾക്ക്. ഈ പറയുന്നത് പോലെ പുതിയ SCRT പഴയ SCRT എന്നുള്ള അല്ലെങ്കിൽ SCRTയിൽ ഉൾപ്പെടാത്ത ടോപ്പിക് എന്നുള്ള ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ PDF നോട്ട് എന്ന് പറയുന്നത് മോർ ദാൻ സഫിഷ്യൻ്റ് ആണ്. നമ്മുടെ PDF നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ സഫിഷ്യൻ്റ് ആണ്. 10th ലെവലിന് ഈ കോഴ്സ് എക്സ്ട്രാ എടുക്കണം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഡിഗ്രി ലെവലിൽ ഇങ്ങനെയുള്ള ചെറിയ ടോപ്പിക്സ് ഇല്ല. ഞാനത് എൻ്റെ സിസ്റ്റത്തിലായിപ്പോയി. ഞാൻ സിസ്റ്റം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങളാരും ദയവ് ചെയ്ത് ക്ലാസ് ലീവ് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുകയാണേ. ഹലോ, കാണിക്കാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ?
എൻ്റെ കാണാമല്ലോ അല്ലേ സ്ക്രീൻ? അപ്പോൾ ഈ തിരിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ റിസർച്ച് വർക്കാണ്. ഈ വർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതിൽ നമുക്ക് ഇത്രയും ടോപ്പിക്കാണ് നമ്മുടെ 10th ലെവലിൻ്റെ പ്രിലിംസിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, 10th ലെവലിൽ പ്രിലിംസിൽ എന്തൊക്കെയുള്ളത്? കേരള സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്, ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, നാച്ചുറൽ സയൻസ് ഉണ്ട്, ഫിസിക്കൽ സയൻസ് ഉണ്ട്, സിമ്പിൾ അരിത്തമെറ്റിക് ഉണ്ട്, മെൻ്റൽ എബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഏരിയയിലാണ് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത്? ആദ്യത്തെ ഏരിയയിൽ കേരള അടിസ്ഥാന വിവരങ്ങൾ, അതിൻ്റെ അകത്ത് 24 ടോപ്പിക്സ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമം, സോഷ്യൽ വെൽഫെയർ, സാമൂഹിക നീതി കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ കേരളത്തിൻ്റെ ഇനിഷ്യേറ്റീവ്സ്, ഇതിൻ്റെ അകത്ത് 4 ടോപ്പിക്സ് ഉണ്ട്. കേരളത്തിലെ നദികളും കായലുകളും 3 ടോപ്പിക്സ് ഉണ്ട്. കേരളത്തിലെ മത്സ്യബന്ധനം 4 ടോപ്പിക്സ് ഉണ്ട്. കേരളത്തിലെ ഊർജ്ജോൽപാദനം 5 ടോപ്പിക്സ് ഉണ്ട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ 4 ടോപ്പിക്സ് ഉണ്ട്. കേരളത്തിലെ മേജർ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ക്രോപ്സ് 4 ടോപ്പിക്സ് ഉണ്ട്. കേരള കായിക രംഗം 2 ടോപ്പിക്സ് ഉണ്ട്. ഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് റിസോഴ്സസ് 3 ടോപ്പിക്കുണ്ട്. കേരളത്തിലെ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ എന്താ പറയേണ്ട മുന്നേറ്റങ്ങൾ 4 ടോപ്പിക്സ് ഉണ്ട്. സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, നവോത്ഥാനം ഉൾപ്പെടെ 2 ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇതാണ് കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ. ഞാൻ മൊത്തം സിലബസിനെയാണ് പറയുന്നത്. അടുത്ത നോക്കൂ, ഇനി ഇതാണ് ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക്. ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് മൊത്തം നമുക്ക് 13 ടോപ്പിക്സ് ആണ് വരുന്നത്, 13 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിലാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ. മലയാളത്തിലാണ്, ഞാൻ ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ നീങ്ങുന്നില്ലേ സ്ക്രീൻ? സ്ക്രീൻ നീങ്ങുന്നില്ല? ഓക്കെ, ഫൈൻ. വിട്ടേറെ. നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ പിടികിട്ടിയോ? ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇത് 10th ലെവൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഭയം മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു എഫേർട്ടാണ് നമ്മൾ ഇന്നത്തെ ഓറിയൻറ്റേഷൻ സെഷനിൽ എടുത്തത്. ഇപ്പോൾ ക്ലാസ് നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ ശേഷവും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓറിയൻറ്റേഷൻ സെഷൻസ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ കൂടുതൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്കുള്ള ഇത്തരം സംശയങ്ങൾ, ഇപ്പോൾ പലരും എടുത്ത് ചോദിക്കുന്നൊരു കാര്യം ഇത്രയും വലിയൊരു ടോപ്പിക് അല്ലെങ്കിൽ സിലബസ് തീരുമെന്നുള്ളതാണ്. സിലബസ് നോക്കണ്ട, സിലബസിൽ പറയുന്ന ഏരിയാസ് വളരെ പ്രിസൈസ് ആണ്. അത് എവിടെ നിന്നൊക്കെ ചോദ്യം വരുമെന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് എന്ത് ചെയ്താൽ മതി, നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, ഇവിടെ ഒരു സെക്കൻഡ് പോവല്ലേ നിങ്ങളാരും. നിങ്ങൾക്ക് ഫീസ് ഇടാനായിട്ടുള്ള ആ ഒരു QR കോഡ് കൂടെ ഞാൻ കാണിക്കാം. 700 രൂപയാണ് ഫീസ്. നിങ്ങൾ വളരെ ഏറ്റവും അടുത്ത ഏർലിയസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഫീ അടച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, ഫീ അടച്ച് ജോയിൻ ആയെന്നോ? നിങ്ങൾക്ക് ഫീസ് ഇടാനുള്ള നമ്പർ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ചെയ്തോളൂ.
QR കോഡ് ലോഡ് ചെയ്യാൻ പറ്റിയില്ല. സോ 7890904545. ഓക്കെ, ഇതാണ് നമ്മുടെ UPI നമ്പർ വരുന്നത്. UPI ID എന്ന് പറയുന്നത് സെയിം നമ്പർ തന്നെ 7890904545 at OKBIZ ഓക്കെ. സോ ഒന്ന് ഈ നമ്പർ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ UPI ID-യിലോട്ട് നിങ്ങൾ 700 രൂപ ഫീ ആയിട്ട് അടയ്ക്കുക. ഓക്കെ, ഫീ അടച്ച ശേഷം ഈ നമ്പറിലേക്ക് തന്നെ ഈ 7890904545 എന്നുള്ളതിലോട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നിങ്ങളെ ബാച്ചിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അൽഫി അത് ആദ്യമേ തന്നെ പറഞ്ഞില്ലയോ, 2021 പാറ്റേൺ മാറിയ ശേഷം ഇതുവരെയും 10th പൊതു പ്രാഥമിക പരീക്ഷയുടെ സിലബസിൽ മാറ്റമില്ല. അൽഫി സ്ഥിരം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളല്ലേ, ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു അൽഫി. ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. കാരണം മെയിൻസിൽ അത് വരുന്നുണ്ടല്ലോ. ഫോഴ്സ് എക്സാമിൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഞാനൊന്ന് വായിച്ചു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഡെയിലി ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു PSC ഇൻസ്റ്റിറ്റ്യൂട്ട് വൊക്കാസ്പീഡിയയ്ക്ക് ഒപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ വൊക്കാസ്പീഡിയയ്ക്ക് മുകളിലോ ഉള്ള ഒരു ഇത്രയും റിസർച്ച് അല്ലെങ്കിൽ ഇത്രയും പെയിൻസ്റ്റേക്കിംഗ് ആയിട്ടുള്ള ഒരു നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഏത് കഴിഞ്ഞു പോയ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് തിരക്കി നോക്കിയാൽ തന്നെയും ഇവിടുത്തെ നോട്ട്സ് എന്ന് പറയുന്നത് ടോപ്പ് നോച്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ അറിയാവുന്ന കാര്യമാണ്. സോ ഇൻഡസ്ട്രി ലീഡിംഗ് ആയിട്ടുള്ള നോട്ട്സാണ് നമുക്കുള്ളത്. ഇപ്പോൾ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്സിൻ്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള കവറേജ് ഉണ്ട്. സിലബസിനെ മുൻനിർത്തിയാണ്. അപ്പോൾ സിലബസിൽ നിന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെ മുറയ്ക്ക് SCERT എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 5 തൊട്ട് 10 വരെയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണ് അത് ഒരു നയപരമായിട്ടാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ബലവും ഗാന്ധിജിയും ഓക്കെ, അല്ല 5 തൊട്ട് 10 വരെ ഡയറക്റ്റ് പ്രോഗ്രസ് ചെയ്ത് പോകല്ല. നിങ്ങളത് കൺഫ്യൂസ്ഡ് ആവണ്ട, നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ന്യൂ ആൻഡ് ഓൾഡ് SCERTയും അതുപോലെ തന്നെ NCERTയും കൂടെ കവർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ PDF നോട്ട്സ് പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെ ആയിരിക്കും. 21 തൊട്ട് 26 വരെയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഫാക്കൽറ്റീസിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. ഇപ്പോൾ 10th മെയിൻസ് എക്സാം ഇപ്പോൾ റീസെൻ്റ്ലി കൺക്ലൂഡ് ചെയ്ത 10th ലെവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് 10th ആണോ 12th ആണോ ഫസ്റ്റ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. സോ ആ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ആ ഡിഫറൻസ് ഫീൽ ചെയ്തവരാണ്. അല്ലാത്ത പക്ഷം നമ്മളൊരു PPT ഓറിയൻറ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരു ക്ലാസ് അല്ല. ഓക്കെ, വളരെ മാറിയ പാറ്റേൺ PSCയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് തന്നെ ക്ലാസ് എടുക്കാൻ ശേഷിയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമ്മുടെ മുതൽക്കൂട്ടാണ്. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഗ്രൂപ്പ് പ്രധാനമായിട്ടും ഡൗട്ട് ക്ലിയറൻസിനും ഡിസ്കഷനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. എക്സാം അവസാനിക്കുന്നവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രൂപ്പുകളിൽ അഡ്മിൻ്റെ സപ്പോർട്ട് കാണും. ഏത് രാത്രിയാണെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവിടെ അഡ്മിൻ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് മറുപടി പറയുന്നതായിരിക്കും ഗ്രൂപ്പിൽ. പിന്നെ ഡെയിലി എക്സാമിൻ്റെ കാര്യം, വീക്ക്ലി എക്സാമിൻ്റെ കാര്യം, മന്ത്ലി എക്സാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ പറഞ്ഞ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഇതാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു എന്താ പറയണ്ടേ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ സബ് ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കംപ്ലീറ്റ് കവറേജ്, കറണ്ട് അഫയേഴ്സിൻ്റെ കവറേജ്, അതുപോലെ തന്നെ ഡെയിലി വൊക്കാബുലറി സെറ്റ്. ഓക്കെ, നമുക്കറിയാം 10 മാർക്ക് ഇപ്പോൾ മെയിൻസിന് വരികയാണെങ്കിൽ 5 മാർക്ക് വൊക്കാബുലറിയും 5 മാർക്ക് ഗ്രാമറുമാണ്. സോ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡെയിലി വൊക്കാബുലറി സെറ്റ്. ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം എടുത്ത് കഴിഞ്ഞാൽ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ ആണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ ഡെയിലി എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷും മലയാളം മാത്സും തന്നെയാണ്. ഡെയിലി നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എഫേർട്ട് ഇടേണ്ടത്. സോ അതിൻ്റെ ഭാഗമായിട്ട് വൊക്കാബുലറിയിൽ നിങ്ങളെ വെൽവേഴ്സ്ഡ് ആക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് അക്കൗണ്ടൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് പരിചയം നൽകുന്നതിന് വേണ്ടി ഡെയിലി എന്തുണ്ട്, നിങ്ങൾക്ക് ഡെയിലി വൊക്കാബുലറി സെറ്റ് ഉണ്ട്. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് സ്പെഷ്യൽ ഫോക്കസ് ആണ്. മോട്ടിവേഷൻ സെഷൻ യൂട്യൂബ് ലൈവായിട്ടും നിങ്ങളുടെ എന്താ പറയണ്ടേ ബാച്ച് സ്പെസിഫിക് ആയിട്ടും മോട്ടിവേഷണൽ ക്ലാസ്സസും ഈ പറയുന്നത് പോലെ സ്ട്രാറ്റജി സെഷൻസും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ
ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫീ അടച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ലൈവ് ക്ലാസ് ഇല്ല ഈ ബാച്ചിന് ഫുള്ളി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടേണ്ട ഒരു കാര്യമില്ല. കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത രീതിയിലായിരിക്കും ഈ ബാച്ച് റൺ ചെയ്യുന്നത്. മുൻകൂർ തരുന്ന ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ആയിരിക്കും ക്ലാസ് പോകുന്നത്. ഓക്കെ, റെക്കോർഡഡ് ആണ്. ജോബ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ പറ്റും. നാനി മോഹി. ഓക്കെ ഗൈസ്, 1 മണിക്കൂറായി ലൈവ് തുടങ്ങിയിട്ട്. അപ്പം ഒരുവിധം ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ക്ലാസ്സിൽ നമുക്കത് എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സിലൂടെയും നോട്ട്സിലൂടെയും കൂടുതൽ ബോധ്യപ്പെടും. ഓക്കെ, പ്രിലിംസ് തീർന്നിട്ട് മെയിൻസ് പഠിപ്പിക്കുന്ന രീതി അല്ല അർണവ്. പ്രിലിംസ് തീർന്നിട്ടല്ല മെയിൻസ് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, SCRT ബേസ്ഡ് ആയിട്ടുള്ള ഏരിയാസും ഉണ്ട്, ടോപ്പിക്കായിട്ട് കവർ ചെയ്യുന്ന ഏരിയാസും ഉണ്ട്. അപ്പോൾ ടോപ്പിക്കായിട്ട് കവർ ചെയ്യേണ്ടി വരുന്ന മെയിൻസിൽ വരുന്ന ഏരിയാസാണ് എക്കണോമിക്സ് വരുന്നുണ്ട്, ഇന്ത്യൻ എക്കണോമി വരുന്നുണ്ട്, അതുപോലെ തന്നെ കേരള ഗവർണൻസ്, കേരള പൊതുഭരണം വരുന്നുണ്ട്, IT വരുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെ ഇപ്പോൾ വെൻ ആൻഡ് വൺസ് ദ സിലബസ് കവർ ചെയ്യുന്നതിൻ്റെ മുറയ്ക്ക് നിങ്ങളുടെ ഡെയിലി ടൈം ടേബിളിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ച് അങ്ങ് കൊണ്ടുപോകും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസ് സിലബസിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ പ്രിലിംസ് സിലബസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ പറയുന്നത് പോലെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം പ്രിലിംസിൻ്റെ റിവിഷനുണ്ട്. ആ റിവിഷനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻസ് ടോപ്പിക്കും കവർ ചെയ്ത് പോകാം. +2 ലെവൽ നമുക്ക് അടുത്ത സെഷനിൽ കൈകാര്യം ചെയ്യാം ആൽഫിയ. എന്നാൽ ശരി, ഓക്കെ. സോ സീ യു അഗൈൻ. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.